മരണത്തിൽ എന്താണ് അതില് ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൌരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൌരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദുരൂഹത കാണുന്നുണ്ട് ആ മരണത്തിൽ. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദുരൂഹത അതിന്റെ പുറകിലുണ്ട്. അത് അന്വേഷിച്ച് അതിന്റെ സത്യം പുറത്തു വരണം. സ്പ്രിംഗ്ലറിൽ നിയമമന്ത്രി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് അങ്ങ് മാപ്പ് പറയണം. അതായത് ഒരു ഇൻവെസ്റ്റർ ഇവിടെ നിന്ന് പോയി ഒരു നിക്ഷേപകനാണ് ഇവിടുന്ന് പറഞ്ഞയച്ചത്. അതുകൊണ്ട് അങ്ങ് അന്ന് നടത്തിയ ആരോപണങ്ങൾ തെറ്റായെന്ന് തെളിഞ്ഞു കോടതിയിൽ. അതുകൊണ്ട് മാപ്പ് പറയണം സംഭവത്തോടെന്നാണ് കഴിഞ്ഞ ദിവസം പി രാജീവ് ആവശ്യം. പി രാജീവ് എന്തെല്ലാം പറയുന്നു. പി രാജീവ് ഇപ്പോ മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഗെയിൽ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കി ഇല്ലേ, പറയാറില്ലേ, അഭിമാനത്തോടുകൂടി ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്, ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് സമരം നടത്തിയ പി രാജീവിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു. അദ്ദേഹം അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞില്ല. ഇല്ല, എന്റെ കയ്യിൽ അതിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പ്രസംഗിച്ച ആളാ കേരളത്തിന്റെ വ്യവസായ മന്ത്രി. അദ്ദേഹം മറക്കണ്ട.